എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ നഫ്സു ബഅദൽ മുസ്തഫാ അഫതത്മഈ ഫിൽ ഖുൽദി കല്ലാ മാ ഇലൈഹി സബീലു. യാ നഫ്സു ബഅദൽ മുസ്തഫാ അഫതത്മഈ ഫിൽ ഖുൽദി ഹബീബായ നബി തങ്ങൾ മരിച്ചു പോയതിനു ശേഷം, വഫാത്തായി പോയതിനു ശേഷം, യാ നഫ്സു ബഅദൽ മുസ്തഫാ അഫതത്മഈ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി പോയതിനു ശേഷം നിങ്ങൾ ആഗ്രഹിക്കുകയാണോ? ഫിൽ ഖുൽദ്, നിങ്ങൾക്ക് മരിക്കാതെ ജീവിക്കണമെന്ന് കൊതിക്കുകയാണോ? കല്ലാ മാ ഇലൈഹി സബീലു, അത് നടക്കാൻ പോകുന്നതല്ലല്ലോ. അങ്ങനെ ലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദിൻ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. അങ്ങനെ ഒരാൾക്ക് ഈ ലോകത്ത് മരണമില്ലാതെ നിൽക്കുകയായിരുന്നെങ്കിൽ അത് ഹബീബാകുമായിരുന്നല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. فاصبر لكل مصيبة وتجلدي واعلم بأن المرء غير مخلدي واصبر كما صبر الكرام فإنها نوب تنوب اليوم تكشف في غدي أوما ترى أن المصائب جمة وترى المنية للعباد بمرصدي من لم يصب ممن ترى بمصيبة هذا سبيل لست عنه بأوحدي فإذا ذكرت مصيبة ومصابها فاذكر مصابك بالنبي محمد صلوا على النبي محمد وآله. നമ്മളൊന്ന് എഴുന്നേറ്റിരുന്ന് 3 സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? ഇൻഷാഅല്ലാഹ് പ്രയാസമില്ലെങ്കിൽ എഴുന്നേറ്റിരുന്ന് 3 സ്വലാത്ത് ചൊല്ലി. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അൽഹംദുലില്ലാഹ്, ഈ ഒരു സദസ്സ് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ ഖൽബ് കൊണ്ടും മനസ്സുകൊണ്ടും അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മുടെ ഈ മജ്‌ലിസ് അല്ലാഹു നിമിത്തമാക്കി തരട്ടെ. നമ്മുടെ ഭാരങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് പുണ്യനിബിതങ്ങളുടെ ആ ഒരു വസീലയിലൂടെ അല്ലാഹുവിൻ്റെ ഖുർബ് സമ്പാദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. فاصبر لكل مصيبة وتجلدي واعلم بأن المرء غير مخلدي. അതുകൊണ്ട് എല്ലാ പരീക്ഷണങ്ങൾ വരുമ്പോഴും ക്ഷമിക്കാൻ പഠിച്ചേക്കണേ. വതജല്ലദി, നിങ്ങൾ ബോൾഡായിട്ട് നിൽക്കണം, ഉറച്ചു നിൽക്കണം, മനക്കരുത്ത് വേണം. വഅലം ബിഅന്നൽ മർഅ ഗൈറു മുഖല്ലദി, ഓർക്കേണമേ, ഒരാൾക്കും ഇവിടെ ശാശ്വതമായ ജീവിതം അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. ഫഇദാ ദകർത മുസീബതൻ വമുസാബഹാ ഫദ്കുർ മുസാബക ബിന്നബി മുഹമ്മദി. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുസീബത്തോ, ആ മുസീബത്ത് ആർക്കെങ്കിലാണോ സംഭവിച്ചത് അവരെയോ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ ഫദ്കുർ മുസാബക ബിന്നബി മുഹമ്മദി,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തേത് കാരണമായി ഉണ്ടായ മുസീബത്ത് നിങ്ങൾ ഓർക്കേണമേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. ما أصاب من مصيبة في الأرض ഈ ഭൂമിയിൽ നടക്കുന്ന ഏതൊരു വിപത്തും ഭൂമിയിൽ നടക്കുന്നത് രാജ്യങ്ങളിൽ, നാടുകളിൽ, പഞ്ചായത്തുകളിൽ, വാർഡുകളിൽ, കരയിലും കടലിലും ആകാശത്തും എവിടെയോ ആകട്ടെ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും നടക്കുന്ന പരീക്ഷണങ്ങളെല്ലാം ഇല്ലാ ഫീ കിതാബ് അല്ലാഹു രേഖപ്പെടുത്തിയ കിതാബുണ്ട്. അതിലൊക്കെ ആ കിതാബിൽ ഇതൊക്കെ രേഖപ്പെട്ട് കിടക്കുകയാണ്. മിൻ ഖബലി അൻ നബ്റഅഹാ ആ പരീക്ഷണം ഭൂമിയിൽ സംഭവിക്കുന്നതിന് മുമ്പ്, ആ പരീക്ഷണം നിങ്ങളിൽ സംഭവിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അതെല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ നിങ്ങളുടെ കൈകളിൽ ഒരു ആണി തറക്കുന്നതോ ഒരു മുട്ടുസൂചി തറക്കുന്നതോ മുതലാവട്ടെ, നിങ്ങൾ കാല് വെച്ച് കുത്തുന്നതോ, നിങ്ങൾക്ക് അസുഖം വരുന്നതോ, നിങ്ങൾക്ക് ജലദോഷം വരുന്നതോ, ടെമ്പറേച്ചർ കൂടുന്നതോ, ഏതെല്ലാം ചെറുതും വലുതുമായി നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ചെറിയ ചെറിയ വേദനയുണ്ടോ, ആ വേദനയെല്ലാം മിൻ ഖബലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ നിങ്ങളുടെ കൺപോളക്കുള്ള വേദന, നിങ്ങളുടെ കൈ ജോയിന്റുകളിൽ, വിരലുകളിൽ, ഊരക്ക്, കൈകാലുകളിൽ, നിങ്ങളുടെ തലക്കുള്ളിൽ, നിങ്ങളുടെ ചെവിക്ക് താഴെ, നിങ്ങളുടെ വായക്കുള്ളിൽ, നിങ്ങളുടെ വയറ്റിനുള്ളിൽ, എവിടെയെല്ലാം എന്തെല്ലാം ഉണ്ടോ എല്ലാം സംഭവിക്കുന്നതിന് മുമ്പേ അല്ലാഹു രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കാതെ പോയ കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടരുതേ. കിട്ടാതെ പോയത് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടരുതേ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയതിൽ മതിമറന്ന് സന്തോഷിക്കുകയും വേണ്ട. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ സ്വയം അഭിമാനം നടിച്ച് നടക്കുന്ന, ഞാൻ വലിയ ആളാണെന്ന് തോന്നി നടക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നേ ഇല്ല എന്ന് ശുദ്ധമായ ഖുർആൻ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ച ഹദീസിലുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷമം വന്നാൽ നിങ്ങൾ ആ ദിക്ർ ചൊല്ലണേ, എന്നാൽ അല്ലാഹു നിങ്ങളുടെ സങ്കടത്തിന് പകരം അല്ലാഹു അവിടം സന്തോഷം നൽകുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا. ഇത് ചൊല്ലുന്നവർക്ക് ഏത് സങ്കടമാണോ അവരെ വിഷമിപ്പിച്ചത്, ആ സങ്കടത്തിന് പകരം അവിടെ സന്തോഷം അല്ലാഹു നൽകുമെന്ന് മഹാനായ റസൂൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇന്ന ദാലിക ഫീ കിതാബ് ഇന്ന ദാലിക അലല്ലാഹി യസീർ. എല്ലാ വിഷമങ്ങളും നീക്കിത്തരാൻ അല്ലാഹുവിന് എളുപ്പമാണ്. അല്ലാഹുവിന് പരീക്ഷണങ്ങൾ നൽകുന്നത് റബ്ബാണ്, അതെടുത്ത് കളഞ്ഞു തരുന്നതും അല്ലാഹു തന്നെയാണ്. അതുകൊണ്ട് അവന്റെ പരീക്ഷണങ്ങളെ മനസ്സുകൊണ്ട് സ്വീകരിക്കാനാണ് നമ്മൾ കടപ്പെട്ടത്. സങ്കടം വരും, കണ്ണ് നനയും, അതിന് കുഴപ്പമില്ല. ഹൃദയം പിടക്കും, സ്വാഭാവികമാണ്. പുണ്യനബി തങ്ങളുടെ സൈനബ് റളിയല്ലാഹു അൻഹ എന്ന മോളുടെ മകൻ മരണത്തോട് മല്ലടിക്കുമ്പോ ഹബീബിന്റെ മടിയിൽ വെച്ചുകൊണ്ട് കുഞ്ഞ് മരണപ്പെടുമ്പോഴാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, നബിയേ അങ്ങ് കരയുകയാണോ? ഹബീബിന്റെ കണ്ണിന്ന് കണ്ണുനീര് വന്നപ്പോ മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ഐന ലതജ്മഅ വൽ ഖൽബ ലയഹ്സൻ വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ. കണ്ണുകൾക്ക് സങ്കടം വരും അബ്ദുറഹ്മാൻ, ഖൽബ് വേദനിക്കും അബ്ദുറഹ്മാൻ. വലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ. നമ്മുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകളാണ് പ്രശ്നം. നമ്മൾ പറയുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നതേ പറയാവൂ. ഒരസുഖം കാരണം റബ്ബിനെ ചീത്ത പറയല്ലേ, അല്ലാഹുവിനെ ശകാരിക്കല്ലേ, എന്തേ എന്നോട് ഇങ്ങനെ എന്ന് ചോദിക്കല്ലേ. ജനങ്ങളിൽ ചില ആളുകൾ മുസീബത്തിലൂടെ ജീവിക്കുന്ന ആളുകൾ യംശി ഫിന്നാസി വമാ അലൈഹി മിൻ ഖതീഅ, ഒരു തെറ്റുപോലുമില്ലാതെ ശുദ്ധരായിട്ട് നടക്കുന്ന എത്രയോ ആളുകൾ അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. പരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്നവരെ അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ദേഹത്ത് ഒരു തെറ്റുപോലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞില്ലേ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു, അബൂദർ റളിയല്ലാഹു അൻഹുവിന് മക്കള് ജീവിച്ചിരിക്കില്ലായിരുന്നു. മക്കൾ ജനിച്ചാൽ ഉടനെ മരിക്കും. ഒരു ഗോത്രത്തിന്റെ നേതാവാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. തബൂക്കിലേക്ക് നബി തങ്ങൾ പോകുമ്പോഴാണ് യംശി വഹദ വയമൂതു വഹദ. നമ്മുടെ പരിപാടിക്ക് വേണ്ടി കഴിയുന്ന സഹായങ്ങൾ ചെയ്യണേ. നമ്മുടെ സംഘാടകരെ സമീപിക്കുന്നുണ്ട്, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒറ്റക്ക് നടക്കും, ഒറ്റക്ക് ജീവിക്കും, ഒറ്റക്കാണ് മരിക്കാൻ പോകുന്നത്. നാളെ ഒറ്റക്കാണ് അല്ലാഹു അവർക്ക് പുനർജന്മം നൽകുന്നത് എന്ന് നിബിതങ്ങൾ പേരെടുത്ത് പറഞ്ഞ മഹാനായ സ്വഹാബിയാണ് അബൂദറുൽ ഗിഫാരി, ഗിഫാർ എന്ന ഗോത്രത്തിന്റെ നേതാവ്. പക്ഷേ മഹാനവറുകൾക്ക് മക്കൾ ജനിച്ചാൽ ഉടനെ മരിക്കുമായിരുന്നു. മക്കളിങ്ങനെ ജീവിച്ചിരിക്കില്ലായിരുന്നു, മക്കൾ പെട്ടെന്ന് മരിച്ചു പോകും. അപ്പൊ ചില ആളുകളൊക്കെ പറഞ്ഞു, അബൂദർറേ നിങ്ങളുടെ മക്കളൊന്നും ജീവിച്ചിരിക്കുന്നില്ലല്ലോ, മക്കളൊക്കെ പെട്ടെന്ന് മരിക്കുകയാണല്ലോ. അതിന് മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു നോക്കണേ, ഒരു കാലത്തൊരു കൊള്ളക്കാരനായിരുന്നു അവര്. എന്നിട്ടാണ് ഇസ്ലാം സ്വീകരിച്ചത്. സ്വഹാബത്തിന്റെ ജീവിതം വലിയ അത്ഭുതമാണ്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു സാക്ഷാൽ ഹബീബിനെ വധിക്കാൻ വേണ്ടി പോയ ആളല്ലേ. അല്ലാഹു ഹിദായത്തിന്റെ നൂറല്ലേ കൊടുത്തത്. എന്നവരെ വലത്തെ തോളില്, ഇടത്തെ തോളിലും കൈവച്ചുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, നമ്മൾ 3 പേരും ഇങ്ങനെയാണ് സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഹബീബിന്റെ കൂടെ നിർത്തിയ സ്വഹാബിയാണത്. പക്ഷേ ഒരു കാലം ഹബീബിനെ കൊല്ലാൻ വന്നവരായിരുന്നല്ലോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നോക്കണേ, ഇസ്ലാമിനോട് ഏതെല്ലാം ശത്രുതയുള്ള ആളുകൾ ആരൊക്കെ ആവട്ടെ, ഒരുപക്ഷെ അല്ലാഹുവിന്റെ ഖൽബുകളിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കൊടുക്കാം. അത് സാധ്യമാണ്. ലോകത്തെ എത്രയെത്ര സംഭവങ്ങൾ ഈ അടുത്ത കാലങ്ങളിൽ ആളുകൾ ഇസ്ലാം സ്വീകരിച്ച അനുഭവങ്ങളൊക്കെ നിരൂപിക്കാനും വിമർശിക്കാനും ഇസ്ലാമിനെ പഠിച്ച ആളുകള് പിന്നെ ഇസ്ലാമിലേക്ക് വരികയാണ്. യാ അല്ലാഹ്, എത്ര ആളുകളാണ് ഒഴുകുന്നത്. ആൻഡ്രൂ ടേറ്റ്, കുട്ടികൾക്കൊക്കെ അറിയാം ആരാണ് ആൻഡ്രൂ ടേറ്റ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, വലിയ സെലിബ്രിറ്റിയാണ്. എന്തേ? ഈ മതത്തിന്റെ സൗന്ദര്യം, ആ ഹിദായത്തിന്റെ നൂറ് അള്ളാഹ് എപ്പോഴാണ് കൊടുക്കുകയെന്നറിയില്ല. അബൂദർ റളിയല്ലാഹു അൻഹു ഒരു കൊള്ളക്കാരനായി ജീവിച്ചിരുന്ന മരുഭൂമിയിലെ ബൾഗറാണ്.
അവിടെ കച്ചവട സംഘങ്ങൾ കടന്നു പോകുമ്പോൾ അവരെ പിടിച്ചു പറിച്ചിരുന്ന ആളാണ്. എന്നാൽ വല്ലദീന യക്നിസൂന അദ്ദഹബ വൽ ഫിദ്ദ, ഒരാളിന്റെ ഒരു ദിവസത്തെ ചെലവ് കഴിഞ്ഞ് മിച്ചം വന്നത് എന്തെങ്കിലും കീശയിൽ ബാക്കി വെച്ചാൽ അത് അല്ലാഹുവിന്റെ വഴിയിൽ കൊടുക്കാതെ നാളത്തേക്ക് എടുത്തു വെച്ചാൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് പോലും ചിന്തിക്കുമായിരുന്ന മഹാനായി, അങ്ങേയറ്റം സുഹുദിന്റെ പരിത്യാഗത്തിന്റെ ദുനിയാവിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു മഹാനുഭാവനായി മാറിയ അബൂദർ റളിയല്ലാഹു അൻഹു. അവരോടാ പറഞ്ഞത്, അബൂദർറേ ഇന്നകംറുൻ ലാ യബ്ഖാ ലക വലദ്, അബൂദർറേ നിങ്ങളുടെ മക്കളൊക്കെ മരിച്ചു പോവാണല്ലേ, നിങ്ങൾക്ക് മക്കൾ ഇങ്ങനെ ജീവിക്കുന്നില്ലല്ലോ, എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോ അബൂദർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി നോക്കണേ, മക്കളെ തരുന്നത് അല്ലാഹുവാണ്, കൊണ്ടുപോകുന്നതും അല്ലാഹു തന്നെ. പെൺകുട്ടി ജനിച്ചാലും ആൺകുട്ടി ജനിച്ചാലും അത് ഉപ്പയുടെയോ ഉമ്മയുടെയോ പവറല്ല. നമ്മൾ മനസ്സിലാക്കണം, ഉമ്മമാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക് പെൺകുട്ടികൾ ജനിച്ചാൽ അവരല്ല ജെൻഡർ തീരുമാനിച്ചത്, പിന്നെ ആരാണ്? അല്ലാഹുവാണ്. പെണ്ണായത് ആ പ്രസവിച്ചാള് പെണ്ണായത് കൊണ്ടല്ല, ആണായത് നിങ്ങൾ വാപ്പയായത് കൊണ്ടുമല്ല. ജെൻഡർ തീരുമാനിക്കുന്നത് അല്ലാഹുവല്ലേ. ജനിക്കുന്ന കുഞ്ഞിന്റെ ചെവിയിൽ വാങ്ങും ഇഖാമത്തും കൊടുക്കുകയാണ്. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് നമ്മളൊക്കെ. ഇനി നിസ്കാരമാണ് ബാക്കിയുള്ളത്. ജനാസ എടുത്തു വെച്ചാൽ പിന്നെ ഒരു വാങ്ങില്ല, പിന്നെ ഒരു ഇഖാമത്തില്ല. അല്ലാഹു അക്ബർ, പിന്നെ നേരെ നിസ്കാരമാണ്. ഒരു ഇഖാമത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയം പോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പഠിപ്പിക്കാനല്ലയോ ജനിച്ച കുഞ്ഞിന്റെ ചെവിയിൽ വാങ്ങും ഇഖാമത്തും കൊടുക്കാൻ പറഞ്ഞത്. പിന്നെ നേരെ നിസ്കാരമാണ്, പിന്നെ ഒരു വാങ്ങില്ല, ഇഖാമത്തില്ല. അതുകൊണ്ട് മക്കളെ കൊണ്ടുപോകുന്നത് അല്ലാഹുവാണ്. മരണത്തിന് സമയം അല്ലാഹു വെച്ചില്ല. ഗർഭത്തിൽ വെച്ച് മരിക്കാം, പ്രസവിച്ചിട്ട് മരിക്കാം, ഒരു ദിവസം കൊണ്ട് മരിക്കാം, 10 ദിവസം, 1 വയസ്സ്, 1 മാസം, 2 മാസം, അല്ലാഹുവിന്റെ തീരുമാനമാണ്. അബൂദർറേ ഇന്നകംറുൻ ലാ യബ്ഖാ ലക വലദ്, അബൂദർറേ നിങ്ങളുടെ മക്കൾ എന്താ ഇങ്ങനെ മരിച്ചു പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് അൽഹംദുലില്ലാഹ് ഒരു പിതാവിന് പറയാൻ കഴിയുമായിരുന്ന വാക്കുകളിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ വാക്കാണ് അവിടെ അത്. കാരണം എൻ്റെ മക്കൾ മരിച്ചു പോകുന്നു എന്ന് പറയുമ്പോഴും അൽഹംദുലില്ലാഹ് കുല്ലു ദാലിക ഫീ കിതാബ്, അതെന്റെ റബ്ബ് രേഖപ്പെടുത്തി വെച്ച വിഷയമല്ലയോ. അൽഹംദുലില്ലാഹില്ലദീ യഅഖുദുഹും ഫീ ദാരിൽ ഫനാ, എല്ലാവരും മരിച്ചു പോകുന്ന ഈ വീട്ടിൽ നിന്ന് എൻ്റെ മക്കളെ കൊണ്ടുപോകുന്ന റബ്ബേ നിനക്ക് സ്തുതി. വയദ്ഖിറുഹും ഫീ ദാരിൽ ബഖാ, ഇനി ഒരിക്കലും മരണമില്ലാത്ത, അറ്റമില്ലാത്ത, അവസാനമില്ലാത്ത പരലോകത്തേക്ക് വേണ്ടി ആ മക്കളെ ഞങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കുകയല്ലയോ റബ്ബേ നീ ചെയ്യുന്നത്. ആ മക്കളെ നാളത്തെ അനന്തമായ ജീവിതത്തിന് ഞങ്ങൾക്ക് ഒരുക്കി തരികയല്ലോ ചെയ്യുന്നത്. അങ്ങനത്തെ റബ്ബേ നിനക്ക് സ്തുതി എന്ന് അങ്ങനെ ഹംദ് കൊണ്ട് മറുപടി പറഞ്ഞ സ്വഹാബിയാണ് മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. സ്വഹാബിമാരിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം അവരുടെ മഖാമ് കിടക്കുന്നത് ത്വായിഫിലാണ്. മസ്ജിദ് ഇബ്നു അബ്ബാസ് എന്ന മസ്ജിദുണ്ട്, വിശാലമായ വലിയൊരു മസ്ജിദ്. അതിൻ്റെ അരികത്ത് ശുഹദാക്കളുടെ മഖാമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരുപാട് വർഷങ്ങൾ ദർസ് നടത്തിയത് മക്കയിലെ പള്ളിയിലാണ്, മസ്ജിദുൽ ഹറാമിലാണ്. മസ്ജിദുൽ ഹറാമിലെ 30-ലേറെ വർഷത്തെ മുദർരിസാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ത്വായിഫിൽ നിന്ന് മക്കയിലേക്ക് ഇങ്ങനെ ദർസ് നടത്താൻ വരുന്ന വഴിയിലാണ് ആരോ വിളിച്ചു പറയുന്നത്. ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഇബ്നു അബ്ബാസ് ഇബ്ന അമ്മി റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അമ്മിൻ്റെ പുത്രനായവരെ, ഹബീബായ നബിയുടെ പിതൃ സഹോദര പുത്ര, സയ്യിദായവരെ, തങ്ങളെ, നിങ്ങളുടെ മകൻ അല്ലാഹു കൊണ്ടുപോയിരിക്കുന്നു, നിങ്ങളുടെ മകൻ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വാഹനത്തിലാണ്, കുതിരപ്പുറത്തോ മഹാൻ സഞ്ചരിക്കുകയാണ്. വഴിയിൽ നിന്ന് വാഹനപ്പുറത്ത് താഴെ ഇറങ്ങുന്നു. നമ്മളൊരു വാർത്ത കേൾക്കുമ്പോൾ ബോധം കെട്ടി വീഴൂലേ, വിഷമിച്ചു പോവില്ലേ? എത്ര വേദനയോടുകൂടെയാണ് നമ്മൾ പറയുക ചില ആളുകളോട്, മക്കൾ മരിച്ചു എന്ന് പറയുന്നതിന് പകരം മകൻ സീരിയസ് ആണ് കേട്ടോ, അല്ലെങ്കിൽ വലിയ പ്രയാസത്തിലാണെന്ന്, ഉടനെ വരണം, പെട്ടെന്ന് വരണം, എന്തേ കാരണം എന്ന് ചോദിക്കുമ്പോൾ വിഷമിക്കാനൊന്നും ഇല്ല. എന്തുകൊണ്ട്? മരിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളത് സ്വീകരിക്കുന്നത് എന്നറിയില്ലല്ലോ. എന്നാൽ അത് ഏതൊരു മനുഷ്യന്റെയും
ജീവിതത്തിൽ അനിവാര്യമായൊരു ഘട്ടം. മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ അതിൽ വ്യത്യാസമില്ല. മനുഷ്യർക്ക് മുഴുവനും വേണ്ടപ്പെട്ടവർ മരിച്ചു പോകും, പിന്നെ അവർ തന്നെയും മരിച്ചു പോകും. നമുക്ക് വേണ്ടപ്പെട്ടവരാ അപ്പം മരിക്കുക, ഇനി നമ്മളാ മരിക്കുന്നത്. രണ്ടും അനുഭവിക്കാൻ കാത്തിരിക്കുകയാണ് നമ്മൾ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് മോൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോ വാഹനപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി സ്വല്ലാ റകഅതൈൻ, 2 റകഅത്ത് മഹാനവറുകൾ നിസ്കരിച്ചു. അത് മഹാൻ തുടങ്ങിയൊരു സുന്നത്താണ്. ഒരു മുസീബത്ത് വരുന്ന സമയത്ത് 2 റകഅത്ത് സുന്നത്ത്. മാ ഫഅലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചെയ്തോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു മറുപടി ഇത് തന്നെയാണ്. ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മുസീബത്ത് വരുമ്പോൾ 2 റകഅത്ത് സുന്നത്തുണ്ട്. ഹദീസിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷേ സന്നഹ സ്വഹാബിയുൻ, എന്തുകൊണ്ട്? മാലം യരിദ് ബിഹി നസ്സുൻ, അതിനെ നഹി ചെയ്യുന്ന പാടില്ല എന്ന് പറയുന്ന ഒരു നിരോധനം ശറഇലില്ല. കുഴപ്പമില്ല, പാടില്ല എന്ന് പറഞ്ഞത് ചെയ്യാൻ പാടില്ല. പക്ഷേ ശറഅ നമുക്ക് ഓപ്പൺ ചെയ്തു തന്ന ഇബാദത്തിന്റെ ഹുബ്ബിന്റെ മേഖലകളൊക്കെ അങ്ങനെയാണ്. അതിനൊന്നും സങ്കുചിതമാക്കേണ്ട കാര്യമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വല്ലാ റകഅതൈൻ, 2 റകഅത്ത് നിസ്കരിച്ചവിടെ മക്കയിലേക്ക് എത്തുന്ന വഴിയാണ്. മക്കയുടെയും ത്വായിഫിന്റെയും ഇടയിൽ ആകാശത്തേക്ക് കൈയുയർത്തുകയാണ്. എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്ക് സ്തുതി. വ ഇന്നാ ലില്ലാഹ്, അല്ലാഹുവേ ഞങ്ങൾ നിനക്കുള്ളവനാണ്. ഔറത്തുൻ സതറഹല്ലാഹ് വമുഅനത്തുൻ കഫാഹല്ലാഹ് വഅജ്റുൻ സാഖഹുല്ലാഹ്. അല്ലാഹുവേ നീ കൊണ്ടുപോയ എൻ്റെ ഒരു മറയാണത്. അല്ലാഹുവേ ഞാൻ ചെലവ് കൊടുക്കേണ്ടിയിരുന്ന എൻ്റെ കുഞ്ഞാണത്. ആ കുഞ്ഞിൻ്റെ ചെലവ് നീ ഏറ്റെടുത്തല്ലേ. വഅജ്റുൻ സാഖഹുല്ലാഹ്, ആ ഒരു കുഞ്ഞിൻ്റെ മരണത്തിൽ സങ്കടപ്പെടുമ്പോൾ, സഹിക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ അതിന് പകരം എനിക്ക് കൂലി നൽകുന്നവനെ അല്ലാഹ് എന്ന് ദുആ ചെയ്ത് ഇനി ത്വായിഫിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല, അവിടെ മറവ് ചെയ്ത് കാണും മഹാനവറുകൾ. എന്നിട്ട് മക്കയിലേക്ക് നടക്കുകയാണ്, യാത്ര തുടരുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ വല്ലാഹു യഫ്അലു മാ യശാ, വല്ലാഹു യഫ്അലു മാ യശാ ഫകിലിൽ ഉമൂറ ഇലൽ ഖദാ. അല്ലാഹു ഉദ്ദേശിക്കുന്നതെല്ലാം ചെയ്യുന്നവനാണ്. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും അല്ലാഹുവിൻ്റെ ഖദായിലേക്ക് വിടേണമേ. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ, അല്ലാഹു തീരുമാനിച്ചു, അവൻ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലാഹു ചെയ്തു. അങ്ങനെ മുഅ്മിൻ പറയാൻ പാടുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ 7 മക്കൾ ഒരു ദിവസം വഫാത്തായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ 7 മക്കൾ മരിച്ചത് ഒരു ദിവസമാണ്. ആലോചിക്കാൻ കഴിയുന്നുണ്ടോ മുഅ്മിനെ? അത് ഒരു വീട്ടിൽ നിന്ന് 7 മക്കൾ മരിച്ചു പോകുന്നു ഒരൊറ്റ ദിവസം. അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കള്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് അതിന് മറുപടിയായി പറഞ്ഞത് അൽഹംദുലില്ലാഹി ഇന്നി മുസ്ലിമുൻ വ മുസല്ലിം, ഞാൻ മുസ്ലിമാണ്, അള്ളാഹുവിന് വഴിപ്പെടുന്ന ആളാണ്. വ മുസല്ലിമുൻ, എൻ്റെ കാര്യം ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. 7 പേരാണ് മക്കളുണ്ടായത്. 7 പേരെയും ഒരു ദിവസം അള്ളാഹു കൊണ്ടുപോയ അനുഭവം അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്. യംദിസ്സഗീറു ഇദൻ ഖലത് അയ്യാമുഹു ഇസ്റൽ കബീരി വയൂലദുൽ മൗലൂദു വന്നാസു ഫീ ഖിസമിൽ മനിയ്യതി ബൈനഹും كالزرع منه قائم وحصيد يمني الصغير إذا انقضت أيامه. ഒരു കുഞ്ഞിനെ അള്ളാഹു കണക്കാക്കിയ ആയുസ് കഴിഞ്ഞാൽ ആ കുഞ്ഞ് മരിച്ചു പോവുകയാണ്. ഇസ്റൽ കബീരി വയൂലദുൽ മൗലൂദു, പ്രായമുള്ളവരും മരിച്ചു പോകുന്നു. ബാക്കിലതാ പുതിയ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. വന്നാസു ഫീ ഖിസമിൽ മനിയ്യതി ബൈനഹും كالزرع منه قائم وحصيد. മരണവും ജനങ്ങളും എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നെൽവയലിൽ നെൽക്കതിരുകൾ എണീറ്റ് നിൽക്കുന്ന പോലെ ചിലതിനെ മുറിച്ചു കൊണ്ടുപോകുന്നു, ചിലത് അവിടെ തന്നെ ബാക്കിയാവുന്നു. ഇതുപോലെയല്ലേ ജീവിതമെന്ന് കവി പറയുന്നത്. എത്ര യാഥാർത്ഥ്യമാണ്! ആ